നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. നാടെങ്ങും ലഹരിവിരുദ്ധ പോരാട്ടങ്ങൾ. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിവരുന്ന CCTVയുടെ നേതൃത്വത്തിൽ കേച്ചേരി പറപ്പുകാവ് ക്ഷേത്ര മൈതാനിയിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫ്ലാഷ് മോബും പ്രതിജ്ഞയെടുക്കലും നടന്നു. വിപുലമായ ക്യാമ്പയിനുമായി മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ യൂത്ത് ലീഗ്. ലഹരിവിരുദ്ധ സന്ദേശവുമായി സമൂഹ നോമ്പുതുറകളും സജീവം. പ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കം. തട്ടകദേശങ്ങളിൽ നിന്നുള്ള വേലവരവ് ഞായറാഴ്ചയും പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പ് തിങ്കളാഴ്ചയും നടക്കും. പുരാഘോഷം CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. പോക്സോ കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിക്ക് സമാനമായ കേസിൽ 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ. 13 വയസ്സുകാരന് നേരെ നമസ്കാര പള്ളിയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ പുന്നൂർക്കുളം ഏഴുകോട്ടയിൽ 55 വയസ്സുള്ള മൊയ്തുണ്ണി എന്ന ജമാലുദ്ദീനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ജഡ്ജ് S. ലിക്ഷ ശിക്ഷിച്ചത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ കടൽപ്പുറമ്പോക്കിൽ താമസിക്കുന്ന 600-ലധികം വരുന്ന താമസക്കാർക്ക് പട്ടയം ലഭ്യമാക്കാൻ അടിയന്തര നടപടികളുമായി NK അക്ബറുടെ അധ്യക്ഷതയിൽ ചേർന്ന പട്ടയ അസംബ്ലി. പുന്നൂർ പഞ്ചായത്തിലെ അകലാട് പ്രദേശങ്ങളിലും ഫിഷറീസ് ഉന്നതികളിലുമുള്ള കാലങ്ങളായുള്ള പട്ടയ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് MLA. വാർത്തകൾ വിശദമായി. കൈകോർക്കാം ലഹരിക്കെതിരെ. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിവരുന്ന CCTVയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫ്ലാഷ് മോബും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. പറപ്പൂക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടിയിൽ കുന്നംകുളം എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ ലഹരി. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ജീവൻ നൽകുന്ന അമ്മമാരെ പോലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയം എടുത്ത പോലെയാണ് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകൾ ഏറ്റെടുത്തിട്ടുള്ളൊരു ദൗത്യം. അത് കേരളത്തിലെ എന്ന് മാത്രമല്ല ലോക ജനതയെ തന്നെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി ഒത്തുചേരാനുള്ള സാഹചര്യവും. തുടർന്ന് ചൂണ്ടൽ സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ലഘുനാടകവും അരങ്ങേറി. ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കേരളത്തിൽ 3000-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അധ്യക്ഷനായി. ഇന്നത്തെ പരിപാടി ഇവിടെ അവതരണത്തിന് എത്തിയിരിക്കുന്നത് നമ്മുടെ അയൽപക്കത്തെ സെൻറ് ജോസഫ് ഹോസ്പിറ്റലിലെ കുട്ടികളാണ്, സ്റ്റുഡൻസാണ്. അവർ ലഹരി വിമുക്ത പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ലഹരി വിമുക്ത സന്ദേശം നമുക്ക് തരുന്നത് ശ്രീ PG ശിവശങ്കർ അവർകളാണ്. പറപ്പൂക്കാവ് ദേവസ്വം പ്രസിഡന്റ് PG അജയൻ, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ, നഴ്സിംഗ് സ്കൂൾ നഴ്സ് സൂപ്രണ്ട് സിസ്റ്റർ ജസ്ന, ക്വാളിറ്റി അക്രഡിറ്റേഷൻ ഓഫീസർ നിഷ രമേശ്, അധ്യാപകരായ സിസ്റ്റർ ലില്ലി തോമസ്, അൽഫീന പയസ്, CCTV ഡയറക്ടർമാരായ KC ജോസ്, CS സുരേഷ്, ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവർ സംസാരിച്ചു. മേഖലയിലെ കേബിൾ ഓപ്പറേറ്റർമാർ, CCTV ജീവനക്കാർ, പറപ്പൂക്കാവ് ദേവസ്വം ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാർത്ഥികളായ AJ ജോഷ്ന, CL ജാസ്മിൻ, ബിജി റോസ്, ആൻമരിയ ജോജു, TT ജോഫി എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് CCTV സംഘടിപ്പിക്കുന്ന 1 മാസം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ സമൂഹം മുഴുവൻ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അതുപോലെ അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളെയും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തായി ലഹരി ഉപയോഗം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരാളെ വീണാൽ എണീപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലും അതിൻ്റെ അവസാനം എന്തായിരിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ
ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ലഹരിയുടെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കി വരുന്നു. നമ്മൾ സമൂഹത്തിൽ ഇന്ന് അത് വലിയ വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ CCTV നടത്തുന്ന പരിപാടികളിൽ ഒപ്പം കൈകോർത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കൂടെയുണ്ട്. ഈ പരിപാടിക്ക് ഒപ്പം എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ ഒപ്പം കൈകോർത്ത് നിൽക്കുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ലഹരിക്കെതിരെ ക്യാമ്പയിനുമായി മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ യൂത്ത് ലീഗ് മാർച്ച് 31-ന് കുന്നംകുളം സെന്റ് തോമസ് പള്ളി കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ റാലി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 6:30 പള്ളിയിൽ നിന്നും ആരംഭിച്ച് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ റാലി അവസാനിക്കും. തുടർന്ന് ചേരുന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷനാകും. കുന്നംകുളം ACP CR സന്തോഷ് മുഖ്യ സന്ദേശം നൽകും. ലഹരി വിമുക്ത പ്രതിജ്ഞയെടുക്കലുമുണ്ടാകും. ലഹരി വിരുദ്ധ ദിനം വരെ നീണ്ടു നിൽക്കുന്ന വിവിധ ബോധവൽക്കരണ പരിപാടികൾ വിവിധ ഇടവകകൾ കേന്ദ്രീകരിച്ച് പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുമെന്ന് സഭയുടെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഫാദർ CM ഫിലിപ്പോസ്, വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു, സ്റ്റെറിൻ CJ എന്നിവർ അറിയിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ LDF നേതൃത്വത്തിൽ ഗുരുവായൂർ ആനക്കോട്ട മുതൽ തമ്പുരാൻപടി വരെ മനുഷ്യ ശൃംഖലയും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. തമ്പുരാൻപടി LDF മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മനുഷ്യ ശൃംഖലയിൽ ഗുരുവായൂർ MLA NK അക്ബർ ആദ്യകണ്ണിയായി. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് തമ്പുരാൻപടിയിൽ നടന്ന പൊതുയോഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം KP വിനോദ് അധ്യക്ഷനായി. ഗുരുവായൂർ SHO C പ്രേമാനന്ദകൃഷ്ണൻ, KS സുകുമാരൻ, V അനൂപ്, എറിൻ ആന്റണി എന്നിവർ സംസാരിച്ചു. ചാവക്കാട് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ PB അരുൺ കുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ അവതരിപ്പിച്ചു. CPI കോട്ടപ്പടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TK രാജീവ് സ്വാഗതവും വാർഡ് കൗൺസിലർ ബബിത മോഹനൻ നന്ദിയും പറഞ്ഞു. SDPIയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. കുന്നുകുള റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ ബോധവൽക്കരണ സന്ദേശം നൽകി. റാലി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. SDPI മണലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസൻ മരോട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി പ്രതിനിധി അഹമ്മദി നജാദ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുസ്ലിം ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മുസ്തഫ, ആം ആദ്മി ജില്ലാ കൗൺസിൽ അംഗം PM നൂറുദ്ദീൻ, വെൽഫെയർ പാർട്ടി ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ്, കേരള കോൺഗ്രസ് പഞ്ചായത്ത് ഭാരവാഹി നസീർ കേച്ചേരി, സോളിഡാരിറ്റി കേച്ചേരി ഏരിയ ഭാരവാഹി മെഹന്തി, SDPI മണ്ഡലം സെക്രട്ടറി KK ഹുസൈർ, പട്ടിക്കര ബ്രാഞ്ച് ഭാരവാഹികളായ മുസ്തഫ, PM ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പട്ടിക്കര ടർഫിൽ ഒരുക്കിയ ഇഫ്താർ വിരുന്നിൽ നിരവധി പേർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ. പ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. തട്ടകദേശങ്ങളിൽ നിന്നുള്ള വേലവരവ് ഞായറാഴ്ചയും പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പ് തിങ്കളാഴ്ചയും നടക്കും. പൂരാഘോഷം CCTV പ്രാദേശിക ചാനലിലൂടെയും YouTube ചാനലിലൂടെയും തത്സമയം പ്രേക്ഷകർക്ക് ആസ്വദിക്കും. 25-ന് കൊടിയേറ്റ് മുതൽ പൂരാഘോഷം വരെയുള്ള ദിവസങ്ങളിൽ പ്രാദേശിക കലാസംഘടനകളുടെയും പ്രശസ്ത കലാകാരന്മാർ അണിനിരന്ന ടീമുകളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ക്ഷേത്ര മൈതാനിയിൽ അരങ്ങേറിയിരുന്നു. ഞായറാഴ്ച 28 വേലക്കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വേലാഘോഷം നടക്കുക. നാടൻ കലാരൂപങ്ങളും തെയ്യക്കാഴ്ചകളും വൈകിട്ട് 5 മണി മുതൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും. 8 മണിവരെ കലാരൂപങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ ആടിത്തിമിർക്കും. പൂരദിവസമായ മാർച്ച് 31-ന് രാവിലെ നടത്തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകളും ശീവേലി, പറയെടുപ്പ് എന്നിവയും നടക്കും. രാവിലെ 11 മണി മുതൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 2:30-ന് ക്ഷേത്ര നടപ്പുരയിൽ നിന്നും ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. വാദ്യകലാകാരന്മാരായ നെല്ലുവായ് ശശി, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിന് കൊമ്പൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മണി മുതൽ പ്രാദേശിക പൂരാഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും. 6 മണിക്ക് മേള കലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേള പ്രമാണിത്വത്തിൽ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 40ഓളം ഗജവീരന്മാർ അണിനിരക്കും. 6:30-ന് പാരമ്പര്യ അനുഷ്ഠാന കലകളും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. തുടർന്ന് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പറയെടുപ്പ്, ശീവേലി എന്നീ ചടങ്ങുകളും നടക്കും. ദേവസ്വം ഭാരവാഹികളായ PG അജയൻ, UB ജയൻ, KG ഗോപിനാഥൻ, KA ബാലൻ, KV ചന്ദ്രൻ എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകും. കുന്നംകുളം അടുപ്പുട്ടി പള്ളിയിൽ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ
ഗീവർഗീസ് വർഗീസ് കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 4-5 തീയതികളിലായിട്ടാണ് ഓർമ്മ പെരുന്നാൾ ആഘോഷം. ഏപ്രിൽ 4 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സീനിയർ ഗ്രൗണ്ട് മാറോസിയോ വാർഡ് കുരിശും തറയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര പാമ്പാടി സ്മാരക കുരിശുപള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് സന്ധ്യാനമസ്കാരം, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം എന്നിവ ഉണ്ടാകും. ഏപ്രിൽ 5 ശനിയാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച എന്നിവയും നടക്കും. ശുശ്രൂഷകൾക്ക് കോട്ടയം ദേവലോകം മാനേജർ യാക്കോബ് റംബാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ട്രസ്റ്റി PK പ്രജോദ്, സെക്രട്ടറി K ബാബു ഇട്ടൂപ്പ്, പെരുന്നാൾ കമ്മിറ്റി കൺവീനർ TP വിജു തുടങ്ങിയവർ നേതൃത്വം നൽകും. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ കടൽ പുറമ്പോക്കിൽ താമസിക്കുന്ന 600-ലധികം വരുന്ന താമസക്കാർക്ക് പട്ടയം ലഭ്യമാക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള നീക്കങ്ങളുമായി പട്ടയ അസംബ്ലി. ഗുരുവായൂർ MLA NK അക്ബറുടെ അധ്യക്ഷതയിൽ ചാവക്കാടായിരുന്നു യോഗം. പൊന്നിയൂർ പഞ്ചായത്തിലെ അകലാട് പ്രദേശങ്ങളിലും ഫിഷറീസ് ഉന്നതികളിലുമുള്ള കാലങ്ങളായുള്ള പട്ടയ പ്രശ്നത്തിന് പരിഹാരമായെന്നും 2 പ്രദേശങ്ങളിലുമായി 100ഓളം പട്ടയങ്ങൾ ഭൂപതിവ് കമ്മിറ്റി അംഗീകാരം നൽകിയതായും ഉടൻ തന്നെ പട്ടയമേള സംഘടിപ്പിച്ച് പൊന്നിയൂരിൽ വിതരണം ചെയ്യുമെന്നും യോഗത്തിൽ MLA അറിയിച്ചു. വർഷങ്ങളായി കടൽപ്പുറമ്പോക്കിലെ അൺസർവേ ലാൻഡിൽ താമസിക്കുന്നവർക്ക് പട്ടയം അനുവദിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വിഷയം സബ്മിഷനായി നിയമസഭയിൽ അവതരിപ്പിക്കുകയും ഇതിന്റെ തുടർച്ചയായി ലാൻഡ് സർവേ നടത്താൻ തീരുമാനിച്ചതായും MLA പട്ടയ അസംബ്ലിയെ അറിയിച്ചു. പട്ടയത്തിനുള്ള കരട് പട്ടികയിൽ വിവിധ വില്ലേജുകളിലായി 560 പേരെ ഉൾപ്പെടുത്തിയതായും നടപടി സ്വീകരിച്ചു വരുന്നതായും തഹസീൽദാർ പട്ടയ അസംബ്ലിയിൽ വ്യക്തമാക്കി. കടൽപ്പുറമ്പോക്കിൽ താമസിക്കുന്നവരുടെ പട്ടയ പ്രശ്നത്തിന് പ്രഥമ പരിഗണന നൽകി പരമാവധി വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിന് തഹസീൽദാർക്ക് MLA നിർദ്ദേശം നൽകി. എല്ലാ ജനപ്രതിനിധികളും അവരുടെ വാർഡുകളിൽ പട്ടയം ലഭിക്കാൻ അർഹതയുള്ളവരുടെ വിവരങ്ങൾ തയ്യാറാക്കി നൽകും. ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ ചേർന്ന അസംബ്ലിയിൽ നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത്, പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, പൊന്നിയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ചാവക്കാട് തഹസിൽദാർ കിഷോർ MK, KG പ്രാൺസിംഗ്, പുഞ്ച സ്പെഷ്യൽ തഹസിൽദാർ VB ജ്യോതി, അഡീഷണൽ തഹസിൽദാർ അനിൽ LA, നഗരസഭയിലെയും ഗ്രാമപഞ്ചായത്തിലെയും ജനപ്രതിനിധികൾ, റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി കുന്നംകുളം ടൗൺ ഹാളിൽ നടന്നു വന്നിരുന്ന SFI കുന്നംകുളം ഏരിയ സമ്മേളനം സമാപിച്ചു. സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മാളവിക പ്രദീപ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം മേഘന, ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ, വൈസ് പ്രസിഡന്റുമാരായ അനസ് ജോസഫ്, T അഭിജിത്ത്, MS ശ്യാംജിത്ത്, യശ്വന്ത് കൃഷ്ണ, ശ്രീലക്ഷ്മി കടവലൂർ, CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രണവ് പ്രേമൻ സെക്രട്ടറി, അക്ഷയ് അനിൽ പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മകുടോദാഹരണങ്ങളായി നിലനിന്നിരുന്ന ഇന്ത്യയുടെ ഏറ്റവും പൈതൃകത്തെയും ഇന്ത്യ നിലനിൽക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചപ്പാടിൻ്റെയും മുന്നിലേക്ക് അവർ വാളുയർത്തി. ആ വാളുയർത്തിയത് ബാബരി മസ്ജിദിന്റെ മിനാരങ്ങൾ തച്ചു തകർക്കപ്പെട്ട പകലുകളിലായിരുന്നു. ആ പകലുകളിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ആദ്യമായി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്തത് വളരെ വ്യത്യസ്തകരമായിട്ടുള്ള നിലയിൽ നിന്നായിരുന്നു. അദ്ദേഹം തിരിച്ച് അതിനുത്തരം നൽകുന്നത് സ്വയംഭൂവായി വന്നതല്ല, അവിടെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകന്മാർ കൊണ്ടുവച്ചതാണ്. ആ കൊണ്ടുവച്ച പ്രതിമ സരയൂ നദിയുടെ മാർത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഈ പ്രശ്നം തീരും എന്നുള്ളതായിരുന്നു. മാലിന്യമുക്ത നഗരസഭ പ്രഖ്യാപനത്തിന്റെ മുന്നോടിയായി ഗുരുവായൂർ നഗരസഭയിൽ ശുചിത്വ സംഗമവും പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരം നേടിയ സുർജിത്ത് അയ്യപ്പത്തിന് ആദരവും സംഘടിപ്പിച്ചു. ചൂൽപ്പുറം ബയോ പാർക്കിൽ നടത്തിയ ചടങ്ങ് നവകേരളം കർമ്മ പദ്ധതി കേരളം കോർഡിനേറ്ററും മുൻ MPയുമായ ഡോക്ടർ TN സീമ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരം നേടിയ 24 ന്യൂസ് ചീഫ് റിപ്പോർട്ടർ സുർജിത്ത് അയ്യപ്പത്തിന് ഗുരുവായൂരിന്റെ സ്നേഹാദരം ഡോക്ടർ സീമ സമ്മാനിച്ചു. ഗുരുവായൂരിന്റെ ശുചിത്വ കർമ്മ പദ്ധതി സംബന്ധിച്ച ഫീച്ചറാണ് സുർജിത്തിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. തന്റെ മാധ്യമ പ്രവർത്തന രംഗത്തെ അനുഭവങ്ങൾ മുൻ CCTV ന്യൂസ് എഡിറ്റർ കൂടിയായ സുർജിത്ത് പങ്കുവച്ചു. പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂരാണ് എൻ്റെ നാട്. അപ്പോൾ ഞാൻ ഇവിടെ കുന്നംകുളത്ത് CCTV എന്നാണ് എൻ്റെയൊക്കെ തുടക്കം. അപ്പോൾ അതുകൊണ്ട് ഈ മണ്ണറിയാം, ഈ നാടറിയാം. ഈ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെയൊക്കെ അനുഭവം എന്ന് പറഞ്ഞാൽ നേരെ കോട്ടപ്പടി എത്തുമ്പോൾ നമ്മൾ ശ്വാസം എന്നിട്ടാണ്ട് പിടിക്കും. എന്നിട്ട് ആര്യവട്ട എത്തുമ്പോഴാണ് വിടുക, എന്നിട്ട് വിടുക. അത്രയും മണമുള്ള ഗന്ധമുള്ള അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്ന മലയായിരുന്ന ഒരു പ്രദേശം. കുളത്തെ സമാനമായ രീതിയിൽ ഞങ്ങളുടെ നാട്ടിൽ കുറുക്കമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്.
അതും ഇതുപോലെ വലിയ രീതിയിലുള്ള അതിസങ്കീർണമായ മാലിന്യ പ്രശ്നം നിലവിലുണ്ടായിരുന്ന പ്രദേശമായിരുന്നു. ആ മാറ്റത്തിന് ചുക്കാൻ പിടിച്ചത് എന്ന് മനോജ് മാഷ് എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. എന്നെയൊക്കെ സ്വാധീനിച്ച മനുഷ്യരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മനോജ് മാഷ്. എന്തായാലും മനോജ് മാഷ്ക്ക് കൂടിയുള്ള ഒരു അംഗീകാരമായിട്ട് ഇതിനെ ഞാൻ കാണുന്നുണ്ട്. ഹരിതകർമ്മസേനയ്ക്ക് ലാപ്ടോപ്പും അനുബന്ധ ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സമ്പൂർണമായി അജൈവ പാഴ്വസ്തു ശേഖരണം പൂർത്തിയാക്കിയ കൗൺസിലർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. സുഹൃതം സുന്ദരം ചുമർചിത്ര പ്രദർശനവും ഉണ്ടായിരുന്നു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ പദവിയിൽ നിന്നും വിരമിക്കുന്ന KS ലക്ഷ്മണന് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം V മനോജ് കുമാർ, കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ കുന്നംകുളം നഗരസഭ പണിത അജൈവ മാലിന്യ സംഭരണ കേന്ദ്രം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് MCF ഒരുക്കിയത്. ഇതോടുകൂടി അജൈവ മാലിന്യം ശേഖരണത്തിനും സംഭരണത്തിനുമായി ഗ്രീൻ പാർക്കിൽ 3 MCFും 2 RRFും സജ്ജമായി. ചടങ്ങിൽ ഹരിതകർമ്മസേനയ്ക്ക് കുന്നംകുളം കേരള ഗ്രാമീൺ ബാങ്ക് നൽകുന്ന റെഫ്രിജറേറ്റർ ബാങ്ക് മാനേജർ KS അനു, ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് ഷീബ ബിജു, സെക്രട്ടറി ശുഭ എന്നിവർക്ക് കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T സോമശേഖരൻ, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ എന്നിവർ സംസാരിച്ചു. മുനിസിപ്പൽ എഞ്ചിനീയർ ബിനയ് ബോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് കൗൺസിലർ AS സനൽ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ G സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. പോക്സോ കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിക്ക് സമാന കേസിൽ 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ. 13 വയസ്സുകാരന് നേരെ നമസ്കാര പള്ളിയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ പുന്നൂർക്കുളം ഏഴുകോട്ടയിൽ 55 വയസ്സുള്ള മൊയ്തുണ്ണി എന്ന ജമാലുദ്ദീനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ജഡ്ജി S ലിഷ ശിക്ഷിച്ചത്. 2024 കേസിനാസ്പദമായ സംഭവം. 2023 9 വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതിന് വടക്കേക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കെയാണ് പ്രതി 13-കാരനു നേരെ ലൈംഗികാതിക്രമം നടത്തിയത്. കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച പ്രതി കുട്ടി പഠിക്കുന്ന സ്കൂളിന് സമീപമുള്ള നമസ്കാര പള്ളിയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. തുടർന്ന് വിദ്യാർത്ഥി പഠിക്കുന്ന മദ്രസയിലെ അധ്യാപകനെ വിവരമറിയിക്കുകയും കുന്നംകുളം പോലീസ് കേസെടുക്കുകയുമായിരുന്നു. സ്റ്റേഷൻ അസിസ്റ്റന്റ് SI PB മിനിത മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് SI TK പോളി കേസ് രജിസ്റ്റർ ചെയ്തു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ MV ജോർജ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 22 സാക്ഷികളെ വിസ്തരിക്കുകയും 22 രേഖകൾ തെളിവായി സമർപ്പിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയ്, പ്രോസിക്യൂഷൻ നടപടികൾ സഹായിക്കുന്നതിനായി ASI ഗീത M പ്രവർത്തിച്ചു. 9-കാരനു നേരെയുള്ള ലൈംഗികാതിക്രമ കേസിൽ പ്രതിയെ കുന്നംകുളം പോക്സോ കോടതി 4 ജീവപര്യന്തം തടവിനും 4 ലക്ഷം രൂപ പിഴ ഒടുക്കുന്നതിനും ശിക്ഷിച്ചിരുന്നു. കുന്നംകുളം നഗരസഭയിലെ 3ാമത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ 5ാം വാർഡ് വൈശ്ശേരിയിൽ ആരംഭിച്ചു. ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ സഹകരണത്തോടെയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആരംഭിച്ചത്. പ്രാഥമികമായ ആരോഗ്യ പരിരക്ഷ ഒന്നുകൂടി ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. AC മൊയ്തീൻ MLA ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, ഡോക്ടർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുറുക്കൻപാറ, ചൊവ്വന്നൂർ എന്നിവിടങ്ങളിലായിട്ടാണ് നഗരസഭയിലെ മറ്റ് 2 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിലാണ് നഗരസഭയിൽ 3 വെൽനസ് സെന്ററുകളും ആരംഭിച്ചത്. കാഞ്ഞിരക്കോട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കവുങ്ങുകൾ മുറിച്ചിട്ട് അടയ്ക്ക മോഷ്ടിച്ചതായി പരാതി. പരാത്തുകുളം ചൊവ്വല്ലൂർ ബാബുവിന്റെ പുറം പറമ്പിലെ 5 കവുങ്ങുകളാണ് മുറിച്ച് നശിപ്പിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും മഞ്ഞളിപ്പും വിവിധ രോഗബാധകളും കവുങ്ങ് കൃഷിയെ സാരമായി ബാധിച്ചിരുന്നു. വൻതോതിൽ പണം ചെലവഴിച്ചാണ് കവുങ്ങ് കൃഷി നടത്തിപ്പോരുന്നത്. ഇതിനിടയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം ഉണ്ടായത്. വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കർഷകനായ ബാബു ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസിൽ പരാതിയും നൽകി. കവുങ്ങ് മുറിച്ചിട്ട് സമയോചിതര് വന്നു കവുങ്ങ് മുറിച്ച് എപ്പോഴോ മുറിച്ചു കൊണ്ടുപോകണമെന്ന് അറിയില്ല. കവുങ്ങ് മുറിച്ചിട്ട് അടയ്ക്ക കൊണ്ടുപോവുക, അല്ലെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ട് ഇതുണ്ടാവണില്ല, നോക്കിയിട്ട് അടക്കിയില്ല, മഞ്ഞളിപ്പവും രോഗങ്ങളൊക്കെ കാരണം. അപ്പോൾ ഇതിൻ്റെ ഒരു നടപടി ആരെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. 100 വയസ്സിന്റെ നിറവിലെത്തിയ CPM നേതാവ് NK മാധവന്റെ ജന്മനാടിന്റെ സ്നേഹാദരം. ചിറമനേങ്ങാട്ടെ വസതിയിൽ നടന്ന ആഘോഷത്തിൽ CPM നേതാക്കളും പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അർപ്പിച്ചു.
1952 കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സഖാവ് നീലമാക്കിൽ കുട്ടപ്പന്റെ മകനാണ് NK മാധവൻ. പിതാവിന്റെ പാത പിൻപറ്റിയാണ് അദ്ദേഹം പൊതുപ്രവർത്തനത്തിനിറങ്ങിയത്. ജന്മി നാടുവാഴുത്വ ഭരണം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി നടന്ന പോരാട്ടങ്ങളിൽ പ്രധാന പങ്കാളിയായി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിനു ശേഷം CPIM പ്രസ്ഥാനത്തിൽ അംഗമായി പ്രവർത്തനം തുടങ്ങി. കർഷക തൊഴിലാളി പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരുന്നതിൽ സ്തുത്യർഹമായ പങ്കുവഹിച്ചു. ആദരവ് ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷനായി. LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ ആദര ചടങ്ങ് നിർവഹിച്ചു. DCC സെക്രട്ടറി VK രഘുസ്വാമി, BJP സംസ്ഥാന നിർവാഹക സമിതി അംഗം E ചന്ദ്രൻ, ലീഗ് നേതാവ് MS ബഷീർ, CPM ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ KK മണി, കൺവീനർ ഫ്രാൻസിസ് കൊള്ളന്നൂർ, മേരി തോമസ്, T അരവിന്ദാക്ഷൻ, UK മണി, E ഗംഗാധരൻ നായർ, KV പുഷ്പ തുടങ്ങിയവർ ആശംസയർപ്പിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികൾ ഉപഹാര സമർപ്പണം നടത്തി. മർത്തങ്കോട് കിടങ്ങൂർ ശ്രീ ശാസ്താംകൂട്ടുകാവ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ ഗുരുവായൂർ മണികണ്ഠ വാര്യരാണ് യജ്ഞാചാര്യൻ. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് നടന്ന ചടങ്ങിൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് പൂത്താലത്തോടുകൂടി യജ്ഞാചാര്യനെ യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. മഹാമണ്ഡലേശ്വര സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തന്ത്രി പുലിയനൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വിഗ്രഹ പ്രതിഷ്ഠയും ക്ഷേത്രം മൂരാളൻ സജീവ് ചാത്തനാത്ത് ഭാഗവത സമർപ്പണവും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ആദ്യപറ സമർപ്പണവും നടത്തി. പുലർച്ചെ 5:30 ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമാർച്ചന, ആചാര്യവരണം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പ്രഭാഷണം, ഭജന, കലാപരിപാടികൾ എന്നിവ നടക്കും. ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവും ഉണ്ടാകും. മാർച്ച് 26 മുതൽ ഏപ്രിൽ 2 വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം. ഏപ്രിൽ 6 തീയതിയാണ് പ്രതിഷ്ഠാ ദിനാഘോഷം. ഭക്തജനങ്ങൾക്കായി എല്ലാ ദിവസവും പ്രസാദ ഊട്ട് ഒരുക്കിയിട്ടുണ്ട്. കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ ബിനോയ് തോമസിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് ചാവക്കാട് നഗരസഭ PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു. 2024 ജൂലൈ 12-നാണ് നാടിനെ നടുക്കിയ കുവൈറ്റ് ദുരന്തം ഉണ്ടായത്. കുവൈത്ത് മംഗഫിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ക്യാമ്പിന് തീപിടിക്കുകയായിരുന്നു. മരിച്ച 49 പേരിൽ 11 മലയാളികളാണ് ദുരന്തത്തിൽ ഇരയായത്. ചാവക്കാട് സ്വദേശിയായ ബിനോയ് തോമസ് നിരവധി സ്വപ്നമായാണ് ദുരന്തത്തിന് കുറച്ച് ദിവസം മുമ്പ് കുവൈറ്റിലെത്തിയത്. ബിനോയ് തോമസിന്റെ മരണം കുടുംബത്തെ കൂടുതൽ ദുരിതത്തിലേക്ക് നയിച്ചു. നിറവേറ്റാൻ കഴിയാതെ പോയ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയാണ് ചാവക്കാട് നഗരസഭ PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം വകയിരുത്തി ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. 655 സ്ക്വയർ ഫീറ്റിലാണ് സ്വപ്നഭവനം ഒരുക്കുന്നത്. ബാക്കി വരുന്ന തുക സുമനസ്സുകളിൽ നിന്നും സ്വീകരിക്കും. കരാറുകാരനായ CK തോമസ് 7 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കും. ശനിയാഴ്ച കാലത്ത് നടന്ന തറക്കല്ലിടൽ കർമ്മം NK അക്ബർ MLA നിർവഹിച്ചു. ചടങ്ങിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായി. പാസ്റ്റർ കുര്യാക്കോസ് സംസാരിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക് സ്വാഗതവും 13ാം വാർഡ് കൗൺസിലർ സുപ്രിയ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികളും ബിനോയ് തോമസിന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ക്രൈസ്തവ ഗാനശാഖയ്ക്ക് മറക്കാനാകാത്ത ഒട്ടനവധി ഗാനങ്ങൾ സമ്മാനിച്ച പാസ്റ്റർ PP മാത്യുവിന്റെ ഓർമ്മയിൽ ഞായറാഴ്ച കുന്നംകുളത്ത് സംഗീത സായാഹ്നം നടക്കും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ഗുഡ് ന്യൂസ് ഫെസ്റ്റിവൽ 2025 IPC കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റർ സജിമോൻ ഫിലിപ്പ് വാളകം മുഖ്യ സന്ദേശം നൽകും. പാസ്റ്റർ EG ജോസ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഡോക്ടർ സാജൻ C ജേക്കബ്, ഇവാഞ്ചലിസ്റ്റ് റോയ്സൺ ഐ ചീരൻ, പാസ്റ്റർ സുരേഷ് എടക്കളത്തൂർ തുടങ്ങിയവർ ഗാനാവതരണം നടത്തും. ലോകേജ്ഞാനൻ ഓട്ടം തികച്ചു, വന്ദനമേ യേശു രക്ഷകനൻ നായകൻ എന്നീ അനശ്വര ഗാനങ്ങളുടെ രചയിതാവാണ് PP മാത്യു. ഇവാഞ്ചലിസ്റ്റ് ജെയ്സൺ ജോബിന്റെയും സിസ്റ്റർ കെസിയ ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ ഫേവറേറ്റ് ഗോസ്പൽ മെലഡീസ് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ജനറൽ സെക്രട്ടറി പാസ്റ്റർ അനിൽ തിമോത്തി, പ്രയർ കൺവീനർ പാസ്റ്റർ TP ജോസ്, കൊയർ കൺവീനർ പാസ്റ്റർ മനോജ്, സെക്രട്ടറി പാസ്റ്റർ ജോണി PJ എന്നിവർ നേതൃത്വം നൽകും. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ പ്രാദേശിക തലവൻ നവാഭിഷിക്തനായ ബസേലിയൂസ് ജോസഫ് ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഞായറാഴ്ച കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 1:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെത്തുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് സഭ രാജകീയമായ സ്വീകരണം നൽകും. ഉച്ചയ്ക്ക് 3:30 സഭാസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്റർ സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിൽ നടക്കുന്ന സുന്ത്രോണി ശുശ്രൂഷയിൽ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് പാത്രിയാർക്കീസ് ബാവയുടെ പ്രതിനിധികളായ മോർ ഡാനിയൽ ക്ലിമീസ്, മോർ തിമോസിയോസ് മത്താസ് അൽക്കുറി എന്നിവരും
സഭയിലെ സഹമെത്രോപൊലിത്തമാരും കാർമ്മികരാകും. തുടർന്നു നടക്കുന്ന അനുമോദന സമ്മേളനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, MLA മാർ, ഇതരസഭ സമുദായ മേലധ്യക്ഷന്മാർ, സഭയിലെ മെത്രോപൊലിത്തമാർ, സഭാ ഭാരവാഹികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും. ചൊവ്വാഴ്ച വൈകിട്ട് ലെബനോനിലെ പാത്രിയർക്ക അരമന കത്തീഡ്രലിൽ ആഗമന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മോറോൻമോർ ഇഗ്നാത്യോസ് അപ്രൈം രണ്ടാമൻ പാത്രിയർക്കിസ് ബാവയാണ് സഭയുടെ 81ാമത് കത്തോലിക്കയായി വാഴിച്ചത്. സഭാസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിൽ 1,00,000 വിശ്വാസികളെ ഉൾക്കൊള്ളാവുന്ന വലിയ പന്തൽ ഒരുങ്ങി. പാത്രിയർക്ക സെന്ററിലും പന്തലിലും വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ അലങ്കരിച്ചു. കത്തോലിക്ക സ്ഥാനാരോഹണത്തിനു ശേഷം കേരളത്തിലെത്തുന്ന ശ്രേഷ്ഠഭാവയെ സ്വീകരിക്കാൻ കേരളത്തിലെ എല്ലാ പള്ളികളിൽ നിന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ, ഗൾഫ് നാടുകളിൽ നിന്നും വൈദികർ, വിശ്വാസി സമൂഹവും ചടങ്ങിൽ പങ്കെടുക്കും. എരുവപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, വിഷരഹിത മത്സ്യം വിപണിയിൽ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. 26 കുളങ്ങളിലായി 52,550 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. കാഞ്ഞിരക്കോട് പരാത്തുകുളത്തിൽ മത്സ്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗം KB ബബിത, ഫിഷറീസ് ബ്ലോക്ക് തല കോർഡിനേറ്റർ PB സുമ എന്നിവർ നേതൃത്വം നൽകി. അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്ന മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകൻ AD ആൻഡു മാസ്റ്റർക്ക് ജന്മനാടിന്റെ ആദരം. മറ്റം കരീസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ മാതൃഭാഷയ്ക്കും ആൻഡു മാഷിനും ആദരം എന്ന പേരിലാണ് ഞായറാഴ്ച ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി നടക്കുന്ന ആദര ചടങ്ങ് സാമൂഹ്യ പ്രവർത്തക ദയാബായി ഉദ്ഘാടനം ചെയ്യും. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിക്കും. ചടങ്ങിന്റെ ഭാഗമായി മലയാള ഭാഷാ പ്രചരണത്തിനായി മലയാള മഹോത്സവം, ഭാഷാഭിമാന അക്ഷരമാല ശില്പസമർപ്പണം, പുസ്തക പ്രകാശനം, ജില്ലയിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളത്തിൽ 100-ൽ 100 മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള സാക്ഷ്യപത്ര വിതരണം എന്നിവ നടക്കും. മലയാള മഹോത്സവത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളുമായ അനീഷ് ആളൂർ, CB താണിക്കൽ, സുനിൽ ചുണ്ടൽ, നവീൻ പനിത്തടം, ജിനു മറ്റം തുടങ്ങിയവർ തയ്യാറാക്കുന്ന ഭാഷാശില്പങ്ങളും സമ്മേളന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. രഞ്ജിത്ത് ചിറ്റാടെ, സുനിൽ ചുണ്ടൽ, ഫോക്ക് ബാൻഡ് അഡാട്ട് എന്നിവർ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും മറ്റ് കലാവതരണങ്ങളും ചടങ്ങിന്റെ ഭാഗമായി അരങ്ങേറും. കേരളത്തിലെ പ്രശസ്തരായ സാഹിത്യ, മത, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. കണ്ടാണശ്ശേരി പഞ്ചായത്ത്, തൃശൂർ ജില്ലാ ഹയർ സെക്കൻഡറി മലയാള അധ്യാപക കൂട്ടായ്മ, കോവിലൻ ട്രസ്റ്റ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം, മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നാണ് ആദരം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വടക്കേക്കാട് പഞ്ചായത്തിൽ 2024-2025 സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും പങ്കെടുത്തു. ICDS സൂപ്പർവൈസർ പ്രത്യുഷ സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി നന്ദിയും പറഞ്ഞു. ജനറൽ വിഭാഗത്തിലായി എല്ലാ വാർഡിൽ നിന്ന് 2 ഗുണഭോക്താക്കൾക്കും SC വിഭാഗത്തിലെ വാർഡിൽ 1 ഗുണഭോക്താവ് എന്നിങ്ങനെ തെരഞ്ഞെടുത്താണ് കട്ടിൽ വിതരണം ചെയ്തത്. ഗുരുവായൂർ പാലുവായ് ബദേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ആൻഡ് ഫെലോഷിപ്പ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലസ് ഗുരുവായൂർ ഏകദിന സുവിശേഷ യോഗം ഏപ്രിൽ 1 ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4:30-ക്ക് ഗുരുവായൂർ ടൗൺ ഹാൾ ഓപ്പൺ ഗ്രൗണ്ടിൽ നടക്കുന്ന യോഗത്തിൽ പാസ്റ്റർ ലാസർ V. മാത്യു ചെങ്ങന്നൂർ വചന പ്രഘോഷണം നിർവഹിക്കും. സിസ്റ്റർ നിർമ്മല പീറ്റർ നയിക്കുന്ന ഗോസ്പൽ ട്യൂണേഴ്സ് ഗാനങ്ങൾ ആലപിക്കും. NK അക്ബർ MLA മുഖ്യാതിഥിയാകും. റവറൻ സാൻകി പീറ്റർ, സിസ്റ്റർ നിർമ്മല പീറ്റർ, ഇവാഞ്ചലിസ്റ്റ് സാം ജോർജ്, പാസ്റ്റർ നൈനോ ജോ സൈമൺ എന്നിവർ പങ്കെടുക്കും. സഭയുടെ മണ്ണുത്തി സെന്റർ മിനിസ്റ്റർ TC കുര്യാക്കോസ്, പാസ്റ്റർ കുര്യാക്കോസ് ചക്രമാക്കൽ എന്നിവർ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ പാസ്റ്റർമാരായ കുര്യാക്കോസ് ചക്രമാക്കൽ, ലിബിനി ചുമാർ, ബ്രദർ ജോൺ പുലിക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു. 2025 വർഷത്തെ NH അൻവർ മാധ്യമ അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചു. സാറ്റലൈറ്റ്, കേബിൾ ചാനൽ വിഭാഗങ്ങളിൽ മികച്ച ന്യൂസ് സ്റ്റോറി, സാറ്റലൈറ്റ് ചാനലിൽ വിദ്യാർത്ഥികളിലെ മയക്കുമരുന്ന് വിഷയം പ്രതിപാദിച്ച മികച്ച റിപ്പോർട്ട്, കേബിൾ ചാനലിലെ സാമൂഹ്യ പ്രസക്തിയുള്ള ന്യൂസ് സ്റ്റോറികൾ, കേബിൾ ചാനലിലെ മികച്ച റിപ്പോർട്ടർ, ക്യാമറ പേഴ്സൺ എന്നീ വിഭാഗങ്ങളിലാണ് അവാർഡുകൾ. 2024 ഏപ്രിൽ 1-നും 2025 മാർച്ച് 31-നും ഇടയിൽ സംപ്രേഷണം ചെയ്ത വാർത്തകളാണ് പരിഗണിക്കപ്പെടുക. എൻട്രികൾ ഏപ്രിൽ 10-ന് മുൻപായി NH അൻവർ award@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8086 89 70 03 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി CPM പോർക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രവും പരിസരവും വൃത്തിയാക്കി. ശുചീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു നിർവഹിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സോമൻ, CG രഘുനാഥ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM നാരായണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കാളികളായി. കാൽനൂറ്റാണ്ടിലേറെ നീണ്ട സ്തുത്യർഹമായ സേവനത്തിന് ശേഷം കുനുമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വിരമിക്കുന്ന ചൊവ്വലൂർ ബ്രാഞ്ച് മാനേജർ PA മുസ്തഫയ്ക്ക് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ കേവലം സാരുടെ പ്രസ്ഥാനത്തിനകത്ത് വന്നിരുന്ന് ഇങ്ങനെ കണക്ക് നോക്കലും പിന്നെ ചെയ്യുന്ന പണി മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന ഒരു പ്രവർത്തകരാണ്. പൊതുജനങ്ങളുടെ വേദന എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടോ തൻ്റെ മുമ്പിൽ വരുന്ന സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള കരുത്ത് കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തന നിലയിൽ അങ്ങനെ നിരന്തരം നിരവധി പേരുമായി ബന്ധപ്പെട്ട് ഒപ്പം നിൽക്കുന്ന സഹപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് മാറുന്നു എന്നുള്ള വേദന ഉണ്ടാവും. അവരിത് മാറുന്നില്ല. കാരണം എന്താ? ജനങ്ങൾക്കിടയിലാണ് മുസ്തഫ. അപ്പോൾ അതുകൊണ്ട് റിട്ടയർ ചെയ്തുകൊണ്ട് വലിയ വേദന ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്തഫയ്ക്ക് വേദനയെ മുസ്തഫ പറയുന്നത്. ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഉപഹാര സമർപ്പണം നടത്തി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരായ PRN നമ്പീശൻ, C അംബികേശൻ, MB പ്രവീൺ, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി CD വാസുദേവൻ, ബാങ്ക് സെക്രട്ടറി KG ബിജു, ഭരണസമിതി അംഗം CA ഗോപി, സ്റ്റാഫ് പ്രതിനിധി KP അജിത് എന്നിവർ സംസാരിച്ചു. 1999 ജോലിയിൽ പ്രവേശിച്ച് 26 വർഷക്കാലത്തെ സേവനത്തിനു ശേഷം ബാങ്കിൽ നിന്ന് വിരമിക്കുന്ന PA മുസ്തഫ മറുപടി പ്രസംഗം നടത്തി. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, സഹകാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനോത്സവം 2025 പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ഷാജൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി, പ്രധാന അധ്യാപിക മേഴ്സി മാത്യു, ഫുട്ബോൾ ഫ്രണ്ട്സ് ക്ലബ് പ്രസിഡന്റ് MM വിൽസൺ, അധ്യാപകൻ P അബൂബക്കർ എന്നിവർ സംസാരിച്ചു. സംസ്കൃത സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം സമ്മാനിച്ചു. പുന്നയൂർ പഞ്ചായത്ത് മന്ദലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മന്ദലാംകുന്ന് ബീച്ച് ഫെസ്റ്റിവൽ ഏപ്രിൽ 1 മുതൽ 20 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 1 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്യും. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. മറ്റ് ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സംബന്ധിക്കും. തുടർന്ന് 6 മണിക്ക് പ്രശസ്ത ഗായിക യുംന അജിൻ ആൻഡ് ടീം നയിക്കുന്ന ഇശൽ നിലാവ്, ഏപ്രിൽ 2 വൈകിട്ട് 5 മണിക്ക് ദ്രമതി ടീം നയിക്കുന്ന കൈകൊട്ടിക്കളി, 6 മണിക്ക് വോയിസ് ഓഫ് മാജിക് ലാബ് ബാനറിൽ പ്രശസ്ത സിനിമാറ്റിക് ഡാൻസർ നിൻസി സേവ്യർ ആൻഡ് NFRG മോയൻസ് ടീം നയിക്കുന്ന സിനിമാറ്റിക് ഡാൻസ് ആൻഡ് ഗാനമേള എന്നിവ നടക്കും. വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 14 വൈകിട്ട് 5 മണിക്ക് ലാസ്യ നൃത്ത സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി, 6 മണിക്ക് ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഓർക്കസ്ട്ര ഗ്രൂപ്പ് തൃശൂർ കലാസദൻ നയിക്കുന്ന ഗാനോത്സവ് 2025 എന്നിവ നടക്കും. വർണ്ണമഴ എക്സിബിഷൻ, അമ്യൂസ്മെന്റ് പാർക്ക്, പൊന്നിയൂർ പഞ്ചായത്തിൽ ആദ്യമായി കാഴ്ചയുടെ വർണ്ണവിസ്മയമൊരുക്കി സ്നോ വേൾഡ് തുടങ്ങിയവയും ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും. വാർത്താ സമ്മേളനത്തിൽ പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റും മന്ദലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാനുമായ TV സുരേന്ദ്രൻ, കൺവീനറും വാർഡ് മെമ്പറുമായ അസീസ് മന്ദലാംകുന്ന്, മറ്റ് ഭാരവാഹികളായ VK ഇർഷാദുദ്ദീൻ, PK ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. 21 വർഷമായി പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ മന്ദലാംകുന്ന് ബീച്ചിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്നു വരുന്ന ബീച്ച് ഫെസ്റ്റിവൽ ഈ വർഷവും വിപുലമായ പരിപാടികളോടെ നടക്കുകയാണ്. 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ, പിന്നെ കാർണിവൽ ഉൾപ്പെടെയുള്ള ആകർഷണീയമായ നിരവധി പരിപാടികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ആലോചിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. 1-ാം തീയതി വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തോടു കൂടി ഫെസ്റ്റിവലിന് തുടക്കം കുറിക്കും.
പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം പൊട്ടിയ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി ചെയ്ത ഭാഗത്ത് വീണ്ടും ചോർച്ച. ഇതോടെ വീണ്ടും കുഴിയെടുത്ത് അറ്റകുറ്റപ്പണി നടത്തേണ്ടതായി വരും. ബുധനാഴ്ച വൈകിട്ടാണ് പൈപ്പ് പൊട്ടിയത്. വെള്ളത്തിന്റെ കുത്തിയൊഴുക്കിൽ പള്ളിക്കര ഗോപാലന്റെ വീടിനകത്തേക്ക് വെള്ളം കയറിയിരുന്നു. രാത്രിയോടെ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തി വെള്ളം പമ്പ് ചെയ്തപ്പോഴാണ് ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. BJP നേതാക്കളെ രക്ഷിക്കാൻ കൊടകര കുഴൽപ്പണക്കേസ് അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിന്റെയും ഇഡിയുടെയും നടപടിക്കെതിരെ CPM നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിനു സമീപം സമാപിച്ചു. തുടർന്നു നടന്ന പ്രതിഷേധ യോഗം ജില്ലാ കമ്മിറ്റി അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സോമൻ, PM സുരേഷ്, MP പ്രവീൺ, MN മുരളീധരൻ, PG ജയപ്രകാശ്, KB ജയൻ എന്നിവർ സംസാരിച്ചു. പാലുവായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാമാ ബസാറിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധം മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം KS ബിജു അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി MA ഷാജി, CA രാജേഷ്, ബിന്ദു അജിത് കുമാർ, PK നൌഫൽ, CV സുരേഷ് എന്നിവർ സംസാരിച്ചു. പാവറട്ടിയിൽ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഏരിയ കമ്മിറ്റി അംഗം VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം VS ശേഖരൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു ആന്റണി മാസ്റ്റർ, KR സുമേഷ്, PA ഷാജി, AT വിൻസെന്റ്, V മണികണ്ഠൻ, A അനിൽകുമാർ, K ദ്രൗപദി, കമറുദ്ദീൻ പൂത്താട്ടിൽ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് സമാപിച്ചു. തുടർന്നു നടന്ന പൊതുയോഗം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം PT ജോസഫ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ്, KK യോഗേഷ് എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ദേവസി, TK ശിവൻ, കുഞ്ഞുമോൻ കരിയന്നൂർ, NB ബിജു, PB ബിബിൻ, PA ബൈജു, സുമന സുഗതൻ, സ്വപ്ന പ്രദീപ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി പന്തംകൊളുത്തി പ്രകടനം നടത്തി. ജെറുസലേം സെന്ററിൽ നിന്നും ആരംഭിച്ച് ഐനൂർ സെന്ററിൽ സമാപിച്ചു. തുടർന്നു നടന്ന യോഗം CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. PC ചന്ദ്രൻ സ്വാഗതവും AK സത്യൻ നന്ദിയും പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മങ്ങാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് റോണീസ് ജോസ് മുഖ്യാതിഥിയായി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ദേവസി, NB ബിജു, PA ബൈജു, PB ബിബിൻ, സുമന സുഗതൻ, സ്വപ്ന പ്രദീപ് എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി അരുവായ് ചെറുവറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ സഹസ്ര കലശത്തിനും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്കും തുടക്കമായി. മാർച്ച് 27 മുതൽ ഏപ്രിൽ 6 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ചടങ്ങുകൾ നടക്കുന്നത്. അഷ്ടമംഗല വിധി പ്രകാരം ഒരു വ്യാഴവട്ടത്തിനു ശേഷം ദേവീ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായാണ് 12 വർഷത്തിലൊരിക്കൽ പുനഃപ്രതിഷ്ഠയും നവീകരണ പ്രവർത്തനങ്ങളും ഭഗവതിക്ക് കലശമാടലും നടത്തുന്നത്. 11 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ആലംകോട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. നവീകരണ കലശത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് ഗിരീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാര സമർപ്പണം ക്ഷേത്രമൂരാളൻ പയ്യഴി രാമചന്ദ്രനുണിയുടെ മകൻ കണ്ണനുണ്ണി നിർവഹിച്ചു. കളമെഴുത്തു കലാകാരൻ കല്ലാറ്റെ മണികണ്ഠക്കുറുപ്പ് സംസാരിച്ചു. സെക്രട്ടറി രാധാകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കൃഷ്ണാഞ്ജലി മ്യൂസിക് അക്കാദമി അരുവായി അവതരിപ്പിച്ച സംഗീത ഫ്യൂഷനും നാദശങ്കരത്തിന്റെ പഞ്ചരത്ന കീർത്തനാലാപനവും ഉണ്ടായിരുന്നു. വടക്കൻ പറവൂർ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 344 ശ്രാദ്ധ പെരുന്നാളിന്റെ ഭാഗമായി പൊന്നാനി കടപ്പുറത്തുനിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണത്തിന് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ സ്വീകരണം നൽകി. ട്രസ്റ്റി സോജൻ KJ രഥത്തിന് ഹാരമണിയിച്ചു. ഇടവകാംഗം ഫാദർ ജയേഷ് പുലിക്കോട്ടിൽ ദീപശിഖ പള്ളിയിലേക്ക് ആനയിച്ചു. പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ജാഥ ക്യാപ്റ്റൻ ഫാദർ യെൽദോ വർഗീസ് നേതൃത്വം നൽകി.
റമദാൻ നോമ്പ് പരിസമാപ്തിയിലേക്ക് എത്തിയതോടെ നാടെങ്ങും ഇഫ്താർ വിരുന്നുകൾ സജീവമായി. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം പകർന്നു നടക്കുന്ന സമൂഹ നോമ്പുതുറകളിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുക്കുന്നത്. ബ്രഹ്മകുളത്തെ കലാസാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ നിറസാന്നിധ്യമായ ബ്രദേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും സ്നേഹാദരവും സംഘടിപ്പിച്ചു. മരണാനന്തരം ശരീരം മെഡിക്കൽ കോളേജിന് പഠനാവശ്യത്തിനായി കൈമാറാൻ സമ്മതപത്രം നൽകിയ PG സുബിദാസ്, AC രമേശ്, PK രമേശ്, MR രാജു, KS ശ്രീനിവാസൻ, VT ലിൻഡോ, ആതിര ഉണ്ണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പുഗസ മണലൂർ ഏരിയ സെക്രട്ടറി AR അബ്ദുൾ ഹക്കീം ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് രക്ഷാധികാരി BR സന്തോഷ് അധ്യക്ഷനായി. TP സന്ദീപ്, VR രജീഷ്, PG സുബിദാസ്, B വിജയൻ, CS ദാമോദരൻ, KA മോഹനൻ, ശ്രീവിത ഷാജി, TC ശ്രീജിത്ത്, VK രവി, സേതു മാസ്റ്റർ, അസീസ് ബാക്കർ എന്നിവർ സംസാരിച്ചു. ഒരുമനിയൂർ പഞ്ചായത്ത് കഴുത്താക്കൽ 42-ാം നമ്പർ അംഗനവാടിയിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ നഷ്റ മുഹമ്മദ്, അംഗനവാടി അധ്യാപിക സുനിത, ഹെൽപ്പർ തങ്കമണി, മുൻ അംഗനവാടി ടീച്ചർ ജാനകി, AMLSC അംഗങ്ങളായ ബീന, റുക്കിയ, ഗഫൂർ, ആഷിഫ ജാഫർ, ഷെരീഫ്, റാഫി, കുട്ടികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് പള്ളിയിലെത്തിയ മുഴുവൻ വിശ്വാസികൾക്കും നോമ്പുതുറ സൗകര്യമൊരുക്കി TV കൃഷ്ണൻ നായർ മാതൃകയായി. കടങ്ങോട് പാറപ്പുറം മസ്ജിദ് ഹിദായയിലാണ് മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്ന TV കൃഷ്ണൻ നായർ ഇഫ്താർ സംഗമം ഒരുക്കിയത്. ഖത്തീബ് ഫാസിൽ ഇഫ്താർ സന്ദേശം നൽകി. മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് AK ഹസൻ അധ്യക്ഷനായി. മുഹമ്മദ് അലി, മുഹമ്മദ് കുട്ടി, നൌഷാദ്, വീരാൻകുട്ടി, അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു. വരവൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നൊരുക്കി. വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PK യശോദ, വിമല പ്രഹ്ലാദൻ, TA ഹിദായത്തുള്ള, പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ചെയർപേഴ്സൺ VK പുഷ്പ, ഹരിതകർമ്മസേന സെക്രട്ടറി ശ്രീവള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. കരിക്കാട് ജുമാ മസ്ജിദിനു കീഴിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ കരുണയുടെ UAE ചാപ്റ്റർ കരിക്കാട് മേഖലയിലെ നിർധനരായ കുടുംബങ്ങൾക്ക് വർഷം തോറും നൽകി വരാറുള്ള സഹായങ്ങൾ വിതരണം ചെയ്തു. വർഷത്തിൽ 5000 രൂപ ചികിത്സാ ധനസഹായവും മാസം തോറും 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റുകളുമാണ് 32 കുടുംബങ്ങൾക്ക് നൽകിയത്. പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ച പള്ളിയിൽ നടന്ന പ്രാർത്ഥനയ്ക്കും കുത്തുബക്കും നമസ്കാരത്തിനും ശേഷം സഹായ വിതരണത്തിന്റെ കൂപ്പൺ മഹൽ ഖത്തീബ് അബ്ദുൾ സത്താർ അൻവരിയിൽ നിന്നും മഹൽ പ്രസിഡന്റ് ആലുങ്ങൽ യൂസഫ്, സെക്രട്ടറി അഷ്റഫ് മാനങ്ങണ്ടത്ത് എന്നിവർ ഏറ്റുവാങ്ങി. കരുണ UAE ചാപ്റ്റർ അംഗം ജിഷാർ സുലൈമാന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഷമീർ C സുലൈമാൻ, NM റസാഖ്, വാരിക്കുന്നത്ത് അബൂബക്കർ, ജമാൽ കരിക്കാട്, AM അബ്ദുൾ ലത്തീഫ്, മൊയ്തീൻകുട്ടി, ഷിനോസ് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം മാർത്താറ്റ് സ്മൃതിപഥം ഡിമെൻഷ്യ സെന്ററിൽ നടത്തിയ സൗജന്യ മറവി രോഗ പരിശോധനാ ക്യാമ്പിന് ഡോക്ടർ അഞ്ജു കൃഷ്ണ നേതൃത്വം നൽകി. ഡിമെൻഷ്യ രോഗികൾക്കായുള്ള ചികിത്സയും മരുന്ന്, മറ്റ് അവശ്യ സാധനങ്ങളും വിതരണം ചെയ്തു. തൃശൂർ സെന്റ് മേരീസ് കോളേജ് സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ കൃഷ്ണയും സംഘവും രോഗി പരിചാരകർക്കായുള്ള പരിശീലനവും നടത്തി. ഡിമെൻഷ്യ ഡേ കെയർ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് കുമാർ സംസാരിച്ചു. ക്യാമ്പിൽ ഡിമെൻഷ്യ ബാധിതരും കുടുംബാംഗങ്ങളും അടക്കം 40ഓളം പേർ പങ്കെടുത്തു. വടക്കേക്കോട്ടൂർ അസുര മഹാകാളം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം മഹാഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ഭഗവതിക്ക് കലശം എന്നിവയും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടാകും. തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും. വൈകിട്ട് ചുറ്റുവിളക്കും ഭഗവത് സേവയും കൂട്ടുപായസ നിവേദ്യവും ഉണ്ടാകും. രേവതി, അശ്വതി നാളുകളിലായി താന്ത്രിക ചടങ്ങുകളോടെ നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തിന് തന്ത്രരത്നം അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി BTV ശ്രീകുമാർ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. സാമൂഹ്യ സേവന രംഗത്ത് ചുവടുറപ്പിക്കാനായി സജ്ജമായ സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ മറ്റം ആസ്ഥാനമായി ആരംഭിച്ച സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നടന്നു. ശനിയാഴ്ച കുരിശുപള്ളി റോഡിലെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ അധ്യക്ഷനായി. കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത മുഖ്യപ്രഭാഷണം നടത്തി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ് സന്ദേശം നൽകി. പഞ്ചായത്ത് അംഗം TO ജോയ്, കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ജിസൻ ചൂണ്ടൽ, ട്രസ്റ്റ് സെക്രട്ടറി സാബു ജേക്കബ്, ട്രഷറർ KL ജോൺസൺ, KM ആന്റണി എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ CPM കാട്ടകമ്പാൽ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിറക്കൽ സെന്ററിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK ബാബുരാജിന്റെ നേതൃത്വത്തിൽ ചിറക്കൽ മുതൽ ഷാപ്പ് റോഡ് വരെയുള്ള വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യങ്ങളാണ് നീക്കം ചെയ്തത്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കാളികളായി.
സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8630 രൂപ, സ്വർണം പവന് 66,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 112 രൂപ. ചർമ്മം ചിറ്റണ്ട അമ്പലപ്പാട്ട് വീട്ടിൽ പരേതയായ ഭാർഗവി അമ്മയുടെ മകൾ ദേവയാനി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തിയിൽ നടത്തി. സ്മിജ, സുനിത എന്നിവർ മക്കളാണ്. കുന്നംകുളം ശാന്തിനഗറിൽ പരേതനായ പറപ്പൂർ ജോർജ് ഭാര്യ ലില്ലി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം CSI സെന്റ് പോൾസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. എരുമപ്പെട്ടി പതിയാരം മുരിങ്ങത്തേരി പരേതനായ ചിരിയങ്കണ്ടത്ത് പത്രോസിന്റെ ഭാര്യ ഏലിയ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പതിയാരം സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. എരുമപ്പെട്ടി പതിയാരം മുരിങ്ങത്തേരി അന്തിക്കാട് ദേവശ്രീയുടെ മകൻ പോൾ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടക്കും. LC ഭാര്യയും പരേതനായ ക്രിസ്റ്റഫർ, ക്രിസ്റ്റി ജോസ് എന്നിവർ മക്കളുമാണ്. തൊഴിയൂർ പരേതനായ പോലിയത്ത് ബാലകൃഷ്ണൻ ഭാര്യ ഭാർഗവി നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. റിട്ടയേർഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രേമ, റിട്ടയേർഡ് LIC ഡെവലപ്മെന്റ് ഓഫീസർ സുരേഷ് ബാബു, അഡ്വക്കേറ്റ് രാജീവ്, റിട്ടയേർഡ് DYSP ബാബുരാജ്, റിട്ടയേർഡ് അധ്യാപിക മീന എന്നിവർ മക്കളാണ്. കോതച്ചിറ കാട്ടക്കൻ പറമ്പിൽ കുമാരൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. പരേതനായ സജയൻ, സതീഷ്, CCTVയുടെ ആർത്താറ്റ് ഗോൾഡ് സ്റ്റാർ കേബിൾ നെറ്റ്വർക്കിൽ ടെക്നീഷ്യൻ രതീഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം ചെറുതുരുത്തിയിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. നാടെങ്ങും ലഹരിവിരുദ്ധ പോരാട്ടങ്ങൾ. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിവരുന്ന CCTVയുടെ നേതൃത്വത്തിൽ കേച്ചേരി പറപ്പുകാവ് ക്ഷേത്ര മൈതാനിയിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫ്ലാഷ് മോബും പ്രതിജ്ഞയെടുക്കലും നടന്നു. വിപുലമായ ക്യാമ്പയിനുമായി മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ യൂത്ത് ലീഗ്. ലഹരിവിരുദ്ധ സന്ദേശവുമായി സമൂഹ നോമ്പുതുറകളും സജീവം. പ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കം. തട്ടകദേശങ്ങളിൽ നിന്നുള്ള വേലവരവ് ഞായറാഴ്ചയും പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പ് തിങ്കളാഴ്ചയും നടക്കും. പുരാഘോഷം CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. പോക്സോ കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിക്ക് സമാനമായ കേസിൽ 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ. 13 വയസ്സുകാരന് നേരെ നമസ്കാര പള്ളിയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ പുന്നൂർക്കുളം ഏഴുകോട്ടയിൽ 55 വയസ്സുള്ള മൊയ്തുണ്ണി എന്ന ജമാലുദ്ദീനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ജഡ്ജ് S. ലിക്ഷ ശിക്ഷിച്ചത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ കടൽപ്പുറമ്പോക്കിൽ താമസിക്കുന്ന 600-ലധികം വരുന്ന താമസക്കാർക്ക് പട്ടയം ലഭ്യമാക്കാൻ അടിയന്തര നടപടികളുമായി NK അക്ബറുടെ അധ്യക്ഷതയിൽ ചേർന്ന പട്ടയ അസംബ്ലി. പുന്നൂർ പഞ്ചായത്തിലെ അകലാട് പ്രദേശങ്ങളിലും ഫിഷറീസ് ഉന്നതികളിലുമുള്ള കാലങ്ങളായുള്ള പട്ടയ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് MLA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.